പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷിക്കുന്നത് 2 ദിനങ്ങൾ മാത്രം. അയോധ്യയിലെങ്ങും ആഘോഷം തുടരുകയാണ്. നമുക്കറിയാം, തിങ്കളാഴ്ച 12:20 ഭാരതത്തിന്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ സാന്നിധ്യത്തിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ പുനർനിർമ്മിച്ച മഹാക്ഷേത്രത്തിൽ നടക്കുക. ഇന്നത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടിന്റെ പൂർണ്ണ സമയവും നമ്മൾ അയോധ്യയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അയോധ്യയിൽ നിന്ന് തന്നെ ജിഷ്ണു കൃഷ്ണൻ എനിക്കൊപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, ഞാൻ മനസ്സിലാക്കുന്നത് ജിഷ്ണു ഉള്ളത് രാമജന്മഭൂമിയിലേക്കുള്ള പ്രധാന പാതയായിട്ടുള്ള രാമജന്മഭൂമി പത്തിലാണ് എന്നുള്ളതാണ്. കാരണം രാവിലെ മുതൽ അവിടേക്ക് ഭക്തരുടെ വലിയ പ്രവാഹമുണ്ട്. അവിടെ ആനന്ദ നൃത്തം ചവിട്ടിയും ശ്രീരാമന് ജയ് വിളിച്ചും ആ ഒരു 22-ന്റെ ആ ഒരു ധന്യമുഹൂർത്തത്തിലേക്ക്, ആ തിങ്കളാഴ്ചത്തെ ആ പ്രാണപ്രതിഷ്ഠാ ദിനത്തിന് വേണ്ടിയുള്ള ആ ഒരു വലിയ കാത്തിരിപ്പിലാണ് ലോകമെമ്പാടുമുള്ള രാമഭക്തർ. പ്രത്യേകിച്ച് ജിഷ്ണു ഇപ്പോൾ നിൽക്കുന്ന ആ രാമജന്മഭൂമി പത്ത്, അവിടെ രാമമന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമാണ്. എന്താണ് അവിടുത്തെ അന്തരീക്ഷം ജിഷ്ണു? ഞാനിപ്പോൾ ഉള്ളത് രാംപത്തിൽ നിന്ന് രാമജന്മഭൂമിയിലേക്ക്, പുതിയ രാമക്ഷേത്രത്തിലേക്ക് പോകുന്ന കവാടത്തിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, അവിടെയും വലിയ രീതിയിൽ തീർത്ഥാടകർ എത്തിയിട്ടുണ്ട്. അവർ ജയ് ശ്രീറാം മുഴക്കിക്കൊണ്ട് ഈ ഒരു കവാടത്തിലൂടെ പുതിയ ക്ഷേത്രത്തിന്റെ കവാടത്തിന് മുന്നിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. ക്ഷേത്ര കവാടം പൂർണ്ണമായും അലങ്കരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്ഷേത്രത്തിലേക്കുള്ള പാതയാണ്. ഈ പാതയിൽ ഏകദേശം 150 മീറ്ററോളം മുൻപോട്ട് പോയാലാണ് പുതിയ രാമക്ഷേത്രത്തിലേക്ക് എത്തുക. അവിടെ വിവിധ തരത്തിൽ ആളുകൾ, വിവിധ തരത്തിലുള്ള തീർത്ഥാടകർ, വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ എത്തിക്കൊണ്ട് ഈ കവാടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെ നമുക്ക് കാണാൻ സാധിക്കും. അവർ ജയ് ശ്രീറാം വിളികളോടുകൂടി ഇവിടെ മുഖരിതമായിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് സൈക്കിളിൽ ഒരാൾ ഈ രാമക്ഷേത്രത്തിലേക്ക്, രാമജന്മഭൂമിയിലേക്ക് എത്തിയിട്ടുള്ളതാണ്. भाई साहब, आप कहाँ से? मैं कोलकाता, वेस्ट बंगाल से। अभी ये साइकिल सवारी से किधर से आए हैं? हाँ, साइकिल से आ रही है बंगाल से? हाँ, बंगाल से साइकिल से आ रहे हैं। किधर? कोलकाता से? कोलकाता से। കൊൽക്കത്തയിൽ നിന്ന് സൈക്കിൾ സഫാരിയായി ഇവിടെ ഈ രാമജന്മഭൂമിയിലേക്ക് എത്തിയിട്ടുള്ള ആളാണ്. क्या संदेश दे रही है? हिंदू को जागरण कर रहे हैं, ठीक है। और जो मेरा पैर काट लिया, काटने के बाद हम सोचा था कि क्यों कोई भी बद कर्म के फल से मेरा पैर चले गया, भगवान लेके गया, तो थोड़ा भगवान का आशीर्वाद हो जाता है। इसलिए हम बहुत महीने से दिक्कत से हम भगवान के पास आए, थोड़ा सा भगवान के आशीर्वाद मिल जाते हैं, इसलिए ഭഗവാന്റെ ആശീർവാദം നേടുന്നതിനുമൊപ്പം ഹിന്ദുത്വ ഏകീകരണം എന്ന സന്ദേശത്തിലുമാണ് ഇത്തരത്തിൽ കൊൽക്കത്തയിൽ നിന്ന് സൈക്കിൾ യാത്രയായി രാമന്റെ ഭൂമിയിലേക്ക്, രാമജന്മഭൂമിയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത്. വലിയ സംഘം തീർത്ഥാടകരെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൂട്ടങ്ങളായി എത്തിക്കൊണ്ട് ഈ രാമജന്മഭൂമിയിലേക്ക് വലിയ രീതിയിൽ തീർത്ഥാടകർ എത്തുകയാണ്. അവരെല്ലാം തന്നെ ഈ ഒരു പ്രധാന കവാടത്തിന് മുൻപിലേക്ക് എത്തിക്കൊണ്ട് ഇതിന് മുൻപിലേക്ക് ഇപ്പോൾ താൽക്കാലിക ക്ഷേത്രത്തിലെ ഈ ദർശനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന രാമവിഗ്രഹം, ഇതുവരെ ഉണ്ടായിരുന്ന വിഗ്രഹം ഇപ്പോൾ പുതിയ ക്ഷേത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമായിരിക്കും പുതിയ ക്ഷേത്രത്തിൽ ദർശനത്തിന് അനുമതി നൽകുക. അതുകൊണ്ട് തന്നെ ഈ ഒരു കവാടം വരെയാണ് ഇപ്പോൾ ഭക്തർക്ക് പ്രവേശിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രധാന കവാടത്തിലേക്ക് എത്തിക്കൊണ്ട് ഇവിടെ നിന്ന് ജയ് ശ്രീറാം മുഴക്കിക്കൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് തീർത്ഥാടകർ മടങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും.